ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള കേക്കൊക്കെ വാങ്ങിച്ചത് ഡിസംബർ 24-ാം കേട്ടോ. ഇതിൻ്റെ മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. രണ്ടുകൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 2 പാർട്ടായിട്ട് ഇട്ടത്. കേക്ക് വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ പള്ളിയിലോട്ടാണ് കേട്ടോ പോയത്. ചക്കുവള്ളിയിലുള്ള പള്ളിയിലാണ് പോയത്. പോകുന്ന വഴിക്ക് നമ്മൾ തഴവയിൽ ഐസ് പിൻ്റെ അങ്ങനെ ഒരു ഷോപ്പുണ്ട്. അവിടെ നമുക്ക് പല ഫ്ലേവറിലുള്ള ഐസ്ക്രീംസ് കിട്ടും. അവിടെ നമ്മൾ ഫിഗ് ആൻഡ് ഹണി ഫ്ലേവർ വരുന്ന ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് അത് ഒരെണ്ണത്തിന് 25 രൂപയാണ്. അതൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പള്ളിയിലോട്ട് വന്നത്. ഈ ഒരു പള്ളി എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. ഭയങ്കര ആ ഒരു യേശുവിൻ്റെ സ്റ്റാച്ചു ഒക്കെ നമുക്ക് ഭയങ്കര പീസ് ഓഫ് മൈൻഡ് തരുന്നൊരു പള്ളിയാണ്. കഴിഞ്ഞ വർഷം ഇവിടെ ഇഷ്ടംപോലെ സ്റ്റാർസ് ഒക്കെ ഇട്ട് ഭയങ്കര ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത്രയും ഡെക്കറേഷൻസ് ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് കുറവായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് അവിടെ അകത്ത് പുൽക്കൂടൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ 10-11 ഒക്കെ ആകുമ്പോഴത്തേക്കും കുർബാനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ക്രിസ്മസിൻ്റെ നമ്മുടെ കേക്ക് കട്ടിങ്ങും വൈൻ കൂടിയായിരുന്നു അടുത്ത ചടങ്ങ്. കേക്ക് എല്ലാവർക്കും കൂടെ ഉള്ളതാണ് കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് തീർത്തതല്ല, എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. പിന്നെ വൈന് ഭയങ്കര വീര്യമായിരുന്നു. എനിക്ക് ഈ വൈനേക്കാളും ഇഷ്ടം നമ്മുടെ അല്ലാത്ത ഒരു റെഡ് വൈൻ ഉണ്ടല്ലോ, മുന്തിരി ജ്യൂസിൻ്റെ, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നമുക്ക് ഭയങ്കര മധുരമായിട്ട് ജ്യൂസ് കുടിക്കുന്നത് പോലെ കുടിക്കാം, പക്ഷേ ഇതിന് ഇച്ചിരി വീര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തലക്കിട്ട് കറക്കിയൊക്കെ കിറിങ്ങിയൊക്കെ ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം പൊറോട്ട വാങ്ങിച്ചിരുന്നു. ചിക്കൻ ഓൾറെഡി വീട്ടിലുണ്ടായിരുന്നു. പൊറോട്ട വാങ്ങിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു 9:15 ആയി. അതുകൊണ്ട് അവിടുത്തെ കടകളെല്ലാം അടച്ചിട്ടിരിക്കുമായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ടാണോ അതോ അന്ന് സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ നമ്മൾ കരുനാപ്പള്ളിയിൽ നിന്നൊരു തട്ടുകടയിൽ നിന്നാണ് പൊറോട്ടയൊക്കെ വാങ്ങിച്ച് പിന്നെ നേരെ കിടന്നുറങ്ങി. ഇനി അടുത്ത ക്രിസ്മസ് ദിവസത്തെ വിശേഷമാണ്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. ചിക്കൻ കുറച്ച് അതിൻ്റെ ആ ഒരു കാല് മാത്രമല്ല, കുറച്ചൊരു മാംസം വെച്ചിട്ടാണ് കട്ട് ചെയ്ത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് വറക്കാനായിട്ടുള്ള മസാല റെഡിയാക്കാം. കുറച്ച് മുളക് പൊടി വേണം, മഞ്ഞപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടുന്നത് 1 സ്പൂൺ ഗരം മസാല, പിന്നെ നമുക്ക് മൈദാന പൊടി, പിന്നെ കോൺഫ്ലവർ 2 സ്പൂൺ. പിന്നെ നമുക്കിതിന് വേണ്ടുന്ന ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അയ്യോ അമ്മ, ഇത് മുട്ടക്കുഞ്ഞാവാൻ പോവായിരുന്നു അമ്മ. മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ മിക്സ് ചെയ്തതാണ്. പിന്നെ നാരങ്ങ നീര്. അതിങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ അതിന്റെ കുരു വീഴത്തില്ല. കുരു വീണാൽ കഴിഞ്ഞാൽ ഭയങ്കര കയ്പായിരിക്കും. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, മൈദ, കോൺഫ്ലോർ, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുട്ട, നാരങ്ങ നീര്. അപ്പം ഇത്ര ഐറ്റംസ് ആണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കേവിച്ചിന് കൊടുക്കാം. അവിടെയും ക്രിസ്മസ് ആഘോഷമൊക്കെ എവിടം വരെയായി, ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കനകത്തോട്ട് ഈ മസാല എല്ലാം പരത്തി കൊടുക്കാം. ഇതിൻ്റെ ഈ കട്ട് ചെയ്ത വിടവിലെല്ലാം നമ്മൾ ചിക്കൻ്റെ മസാല ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് ക്യാരറ്റൊക്കെ ഒന്ന് ചീകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ബിരിയാണി ഡെക്കറേറ്റ് നമ്മൾ ബിരിയാണി അല്ല കേട്ടോ, ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. കടച്ചക്ക എടുക്കണോ? ഒരു മുറി എടുക്കാം. അതൊക്കെ പിന്നെ അരിഞ്ഞാൽ മതി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ കല്ലിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഇടിച്ചും പൊടിക്കുകയും അരയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ബിരിയാണിക്കും അതുപോലെ ഫ്രൈഡ് റൈസൊക്കെ വെക്കുന്ന ചിക്കൻ കറി വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ലൂസായിട്ടാണ് മസാല വാങ്ങിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചതച്ചിട്ടാണ് ഇടുന്നത്. പിന്നെ ഫ്രൈഡ് റൈസ് വെക്കുമ്പോൾ നമ്മൾ അരി നന്നായിട്ട് കഴുകി അത് കുതിർത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ അരി വറുത്തിട്ടൊക്കെയല്ലേ ഫ്രൈഡ് റൈസ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരിയെല്ലാം കഴുകാണ്. വെക്കാനുള്ള വെള്ളം നമ്മൾ ഓൾറെഡി തിളപ്പിച്ച് വെച്ചു. പിന്നെ ഞാൻ അവിടെ ഇരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച്. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് കേട്ടോ. ഞാൻ അമ്മയുടെ സ്റ്റെപ്പിനായിട്ട് ചുമ്മാ ഇങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളാണ്.
അപ്പോൾ നമ്മളിനി എന്താണ് നേരത്തെ അരിഞ്ഞ ക്യാരറ്റൊക്കെ ഫ്രൈ ചെയ്ത് പിന്നെ നമ്മുടെ ബിരിയാണി വെക്കുന്ന ചെമ്പിനകത്ത് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ ബിരിയാണി അരി ഇനി അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിനി ഫ്രൈഡ് റൈസ്. എനിക്ക് ബിരിയാണി എന്നാട്ടോ എപ്പോഴും വരും. നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസാണ്. അപ്പം ബിരിയാണി എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ബിരിയാണിക്കും ഒറ്റ പേരേ ഉള്ളൂ ബിരിയാണി. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഫ്രൈഡ് റൈസ് ആണെന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പം നമ്മളത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാവണം. അത്രയും സമയം ഞാനിവിടെ ഇങ്ങനെ പോസ്റ്റ് ആകണം. നമുക്ക് കഴിക്കാം. പിന്നെ നമുക്ക് ആദ്യം തന്നെ കുറച്ച് സവാള അരിഞ്ഞത് വറുത്തെടുക്കാം. നമ്മുടെ ബിരിയാണിക്ക് ഗാർണിഷ് ചെയ്യാനും ഫ്രൈഡ് റൈസിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇതെല്ലാം വറുത്ത് വെച്ചു. പിന്നെ പപ്പടവും കുറച്ച് വറുത്ത് വെച്ചിട്ടാണ് നമ്മളിനി നേരെ നമ്മുടെ ചിക്കൻ വറുക്കാനായിട്ട് പോകുന്നത്. ചിക്കൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പരണ്ടിരിക്കണം. ഒരു 2, 3, 4 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അതിനകത്തോട്ട് മസാലയൊക്കെ പരലാത്തടത്തെല്ലാം പരണ്ടിട്ട് നമുക്ക് ഈ ചിക്കൻ ഇനി എടുത്ത് പൊരിച്ചെടുക്കാം. നല്ല വെയിറ്റാണ്. അതിൻ്റെ കാലും പിന്നെ കാലിനോട് ചേർന്ന മാംസമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് പാത്രത്തിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഓരോന്നായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടൈം എടുക്കും. നമ്മുടെ ആ പാത്രത്തിൽ ഒരു കാല് കൊള്ളാനുള്ള സ്ഥലമേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ചും കൂടി വലിയൊരു പാത്രം വാങ്ങിക്കണം. ഒരു 2 എണ്ണമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലികളെല്ലാം കഴിയും. അപ്പോൾ ഇനി നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് വാട്ടിയത്, പിന്നെ നമ്മുടെ കവച്ചയ്ക്ക, ഉള്ളി, മല്ലിയില, പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ആ ഐറ്റംസ്, പിന്നെ അതിൻ്റെ മണ്ടയ്ക്കോട്ട് വീണ്ടും നമ്മൾ ചോറിടുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിക്കുന്നുണ്ട്. കുറച്ച് നെയ്യ് അവിടെ കളഞ്ഞു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ ചിക്കൻ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ കൈ തട്ടിയിട്ട് കുറച്ച് നെയ്യ് താഴെ വീണായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് അതിൻ്റെ കാലിൽ നിന്നൊക്കെ മാംസമൊക്കെ വിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ തന്നെ അതിനെ പൊക്കിയെടുത്ത് മാറ്റി പാത്രത്തിലോട്ട് വെച്ചു. കാരണം ഞാൻ പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ എണ്ണയും നല്ല തിളച്ച് കിടക്കുകയാണ്, മൊത്തം അലങ്കോലമാക്കും. അതുകൊണ്ട് അമ്മ പറയും, അമ്മ സേഫായിട്ടത് ചെയ്തോളൂ, അമ്മ തന്നെ അതെടുത്ത് വെച്ചോളാൻ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ചിക്കൻ നമ്മൾ രണ്ടാമത്തത് ഇട്ടു. അങ്ങനെ ഫുൾ ചിക്കനൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ട് ഫൈനലി ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ ഫുഡ്. ചിക്കൻ ഫ്രൈ 4 എണ്ണം ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് 4 പേർ കൂടിയാണ്, എനിക്ക് മാത്രമല്ല. പിന്നെ കടച്ചക്കയും അതും ഇതുമൊക്കെ കുറച്ച് നമ്മൾ ഒരു ഗാർണിഷ് ചെയ്യാനായിട്ടൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് പപ്പടമൊക്കെ കൂട്ടി നല്ല സൂപ്പർ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. തിന്നാലും മതി വരത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇഷ്ടംപോലെ തിന്നു. നല്ല അടിപൊളിയായിരുന്നു. ചിക്കനും നല്ല സൂപ്പറാണ് കേട്ടോ. ചിക്കൻ നമ്മൾ പുറമേ ഇങ്ങനെ കാണുന്നെങ്കിലും ഉള്ളിൽ കറക്റ്റ് വെന്തായിരുന്നു, അടിപൊളിയായിട്ട് വെന്തായിരുന്നു. പുറമേ അതാണ് നമുക്ക് അത്രയും ഒരു കളറ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. സൂപ്പറായിരുന്നു ചിക്കൻ ഫ്രൈ ഒക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഐസ്ക്രീം കൂടെ ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ ക്രിസ്മസ് ആഘോഷിച്ചും. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ടാറ്റാ.